വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സ്നാക്കുമായിട്ടാണ്. മലബാർ സൈഡിലെ ഒരു പ്രധാന വിഭവമാണ്, അല്ലെങ്കിൽ ഒരു പലഹാരമാണ് ഉന്നക്കായ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഈ സൈഡിലോട്ട്, അതായത് പത്തനംതിട്ട ഈ സൈഡിലോട്ടൊന്നും ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ കുറവാണ്. പക്ഷേ നമ്മളൊന്ന് വൺസ് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു പലഹാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉന്നക്കായ്ക്ക് വേണ്ടി ഞാൻ അധികം പഴുക്കാത്ത 4 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിനകത്തെ നാരും ഒക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ആവി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമുക്ക് അല്ലാതെ ആദ്യം വേവിച്ചിട്ട് ഇതിൻ്റെ നാരൊക്കെ കളയാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്തപ്പോഴാണ്. അകത്തെ ഈ കറുത്ത ഇതൊക്കെ എടുത്ത് കളയാം. നമ്മൾ പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. ഇത് കളഞ്ഞിട്ട് നമുക്കിതേപോലെ ഒരു ആവിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ആദ്യം. ഞാൻ കണ്ട് ഇതേപോലെ ഒരു അപ്പച്ചെമ്പിലാണ് ഈ ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കുന്നത്. ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ആദ്യം ഇത്. എന്നിട്ട് അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് നമ്മൾ ഉടച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഏത്തപ്പഴം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊരു ചെറു ചൂടോടെ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നല്ല ഒരു തരി പോലും ഇല്ലാതെ ഉടച്ചെടുക്കണം. നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ശേഷം നമുക്ക് ഇതിൻ്റെ ഉന്നക്കായക്കകത്ത് ഫില്ല് ചെയ്യാനുള്ള തേങ്ങാക്കൂട്ട് റെഡിയാക്കി എടുക്കാം. അത് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണോ, അത് കിസ്മിസ് ആണോ ഉള്ളത്. മുന്തിരിങ്ങ ഉണ്ട് എൻ്റെ കയ്യിലിപ്പം, ഉണക്കമുന്തിരി ഉണ്ട്, കാഷ്യൂനട്ടുണ്ട്. നിങ്ങളുടെ പിസ്ത ബദാം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഫില്ല് ചെയ്യാം. ആവശ്യത്തിന് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ മുന്തിരിങ്ങയും ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കിന് നമുക്കിതിനകത്തോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങയോളം ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട. മുന്തിരിയും കാഷ്യൂനട്ടും തേങ്ങയും എല്ലാം കൂടെ ഒന്ന് നമ്മൾ മിക്സ് ആക്കി എടുത്ത് ഒന്ന് തോർന്ന് വരുമ്പോഴത്തേക്കിന് അതിനകത്ത് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി, ഇത്രയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇതിൽ നമുക്ക് വേണേൽ മുട്ട വേണേലും ചിക്കി ചേർക്കാം. പക്ഷേ ഞാനിപ്പം മുട്ട ചേർക്കാതാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഉന്നക്കായ്ക്കുള്ള കൂട്ടും പഴവും എല്ലാം തേണ്ട നമ്മൾ നല്ല റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി നമുക്കിതെങ്ങനെ ഫില്ല് ചെയ്തെന്ന് നോക്കാം. നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ ഇതേപോലെ ചെറിയൊരു ബോൾ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് വെള്ളം നമ്മുടെ കയ്യിൽ വെള്ളമായാൽ അല്ലെങ്കിൽ നെയ്യ് തടവി വെച്ചാലും മതി. നെയ്യ് തടവിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഇത് 2 സൈഡും നമ്മൾ ഇങ്ങനെ കവർ ചെയ്യുക. ഇത് നമ്മൾ ഫില്ല് ചെയ്ത കൂട്ട് വെളി വരാത്തക്ക രീതിയിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഇതേപോലെ. എന്നിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ ഇതൊന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ റോൾ ചെയ്യാൻ പാടുള്ളവർ ഒരു ചെറിയ വാഴയില എടുത്തിട്ട് അതിൽ ഇതുപോലെ തന്നെ വെള്ളമോ എണ്ണയോ തടവിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. ചെറിയ പോലെ എടുത്ത് എന്നിട്ട് നമ്മുടെ ഫില്ലിങ്ങോടെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി എടുക്കുമ്പോഴത്തേക്കിന് ഇത് കവർ ചെയ്ത് കിട്ടും. പിന്നെ ഇത് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ഉന്നക്കായുടെ ഷേപ്പിൽ റോൾ ചെയ്തെടുത്ത് വെച്ചാൽ മതി. കണ്ടല്ലോ. നമ്മുടെ കൈവെള്ള 2 കൈവെള്ളയും കൂടെ തന്നെ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് റോൾ ചെയ്തെടുത്താൽ നമുക്ക് തന്നെ ഉന്നക്കായുടെ കറക്റ്റ് ഇതേ കണക്കത്തെ ഷേപ്പിൽ കിട്ടും. വളരെ ഈസിയാണ്. അപ്പം നമുക്ക് ബാക്കിയെല്ലാം ഉന്നക്കായും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഉന്നക്ക നമ്മൾ ഇതേപോലെ ചെയ്തിട്ട് ഒരു കുറച്ച് നേരം, ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ വറുത്തെടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇച്ചിരി നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്തത്. അപ്പം ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉന്നക്ക എല്ലാം ഇട്ട് വറുത്തെടുക്കാം.
അങ്ങനെ നമ്മുടെ ഉന്നക്കയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് എടുക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ആദ്യം നമ്മളിതൊന്ന് റോൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇച്ചിരി പാടായിട്ട് തോന്നും. പക്ഷേ ഒരു 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കിനും നമുക്ക് എടുക്കാം. ഉന്നക്ക റെഡി ആയെന്നാണ് അർത്ഥം. ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയും ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും നമ്മൾ അടിപൊളി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.